ഹലോ നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ നല്ലൊരു എപ്പിസോഡാട്ടോ ഇന്ന്. അതായത് ബാലചന്ദ്രൻ വീട്ടിലേക്കൊക്കെ വന്നിട്ട് രോഹിത്തിനെ ചോദ്യം ചെയ്യുന്നൊക്കെ എപ്പിസോഡാണ്. അപ്പോൾ എന്താണെങ്കിലും എപ്പിസോഡ് എല്ലാവരും മുഴുവനായിട്ട് കേൾക്കുക, സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ വൈജയന്തി വിളിച്ചിട്ട് ഹരിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവൾ പോലീസിനോട് കൊടുത്ത മൊഴിയൊക്കെ പറയുകയാണല്ലോ. അപ്പോൾ രോഹിത്തിനും അതുപോലെ ഹരിക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം അവരുടെ പേര് പറഞ്ഞില്ല എന്ന് കേട്ടപ്പോൾ ഇനി എന്താണെങ്കിലും നീ വീട്ടിലേക്ക് പോക്കോ, ഞാനും വീട്ടിലേക്ക് പോവാണ് എന്ന് പറഞ്ഞ് ഹരി രോഹിത്തിനെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ അവരവിടെ നിന്ന് വെച്ച് പിരിയാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാട്ടോ. ഹോസ്പിറ്റലിലാണെങ്കിൽ ബാലചന്ദ്രനും മനുവും കൂടി ഇങ്ങനെ ഭയങ്കര സംസാരത്തിലാണ്. കാരണം എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല. അവൾ കുഴപ്പമൊന്നുമില്ല, അവളുടെ കയ്യിൽ നിന്ന് പറ്റിയതാണെന്ന് പറഞ്ഞപ്പോൾ അത് ബാലചന്ദ്രൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ മനുവിന് അതൊരു വിശ്വാസം വരുന്നില്ല കേട്ടോ. ബാലചന്ദ്രന് ചിലപ്പോൾ ശരിയായിരിക്കാം അവൾ പറഞ്ഞത് എന്ന് തോന്നുകയാണ്. പക്ഷേ മനുവിന് അത്ര വിശ്വാസം പോരാ. അപ്പോൾ മനു ഇങ്ങനെ സംശയം പറയുന്നുണ്ട്. എന്നാലും അത് എങ്ങനെ സംഭവിക്കും മംഗളെ എന്നൊക്കെ ചോദിക്കും. എനിക്കെന്തോ സംതിങ് റോങ് ആയിട്ട് തോന്നുകയാണെന്ന് മനു പറയണേ. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, ചിലപ്പോൾ ശരി തന്നെയായിരിക്കും, അവൾ എന്താണെങ്കിലും പറഞ്ഞതല്ലേ, വേറെ ആരും ഒന്നും ചെയ്തതല്ല എന്നുള്ള കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്നാലേ ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം മനു, നീ ഇവിടെ ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടാവുമെങ്കിൽ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ഞാൻ നിന്നോളാം അലീനയുടെ അടുത്ത് എന്ന് പറയണം. ഞാൻ എന്നാൽ അലീനയെ ഒന്ന് കണ്ടതിന് ശേഷം ഞാൻ പോകാം എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അലീനയെ കാണാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പക്ഷേ ബാലചന്ദ്രനും അലീനയും സംസാരിക്കുന്ന എപ്പിസോഡ് കാണിക്കാം, അല്ലെങ്കിൽ അലീനയെ കണ്ടു എന്നുള്ള രീതിയിൽ തിരിച്ചു പോകുന്നതാവാനും മതി. എന്താണെങ്കിലും അങ്ങനെ ഒരു ഭാഗമുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ ചിലപ്പോൾ അലീനയുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് സത്യത്തിൽ സംഭവിച്ചത് എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ മോളെ എന്താ നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അലീന അതേ കാര്യം തന്നെയാണ് കേട്ടോ പറയുന്നത്. ഞാനിങ്ങനെ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ നൂല് വെട്ടാനായിട്ട് കത്രികയും കൊണ്ട് കസേരയിട്ട് കയറിയതായിരുന്നു. ആ സമയത്ത് കസേര ഒന്ന് സ്കിപ്പായിട്ട് തെന്നി അങ്ങനെ വീണതാണ്. ആ സമയത്ത് എൻ്റെ കയ്യിലിരുന്ന കത്രിക വയറ്റിലേക്ക് കുത്തി കയറുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്താണെങ്കിലും അത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ, സത്യമാണോ മോളെ നീ പറയുന്നത്, അങ്ങനെ തന്നെയാണോ സംഭവിച്ചത്, അതോ ആരെങ്കിലും നിന്നെ ഉപദ്രവിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് സർ, അല്ലാതെ വേറെ ഒന്നുമല്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം, ഇവിടെ മനു ഉണ്ട്, മനു നിൻ്റെ അടുത്തേക്ക് വരും എന്നൊക്കെ പറയാട്ടോ. അങ്ങനെ മനു അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസം തോന്നുന്നുണ്ട് കേട്ടോ. മനുവേട്ടനെ ഒന്ന് കാണണം എന്ന് തന്നെ അവളിങ്ങനെ ആഗ്രഹിക്കുകയായിരുന്നു. അങ്ങനെ ബാലചന്ദ്രൻ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ പോയതിനു ശേഷം മനുവിനോട് യാത്ര പറഞ്ഞു പോവുകയാണ് ബാലചന്ദ്രൻ. അതേസമയം തന്നെ ഡോക്ടർ ശർമ്മയും ഹോസ്പിറ്റലിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ വരികയാണ്. ആ സമയത്ത് മനു അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. അപ്പം മനു ചോദിക്കുന്നുണ്ട്, ഡോക്ടർ എന്താണ് ശരിക്കും അങ്ങനെ തന്നെയാണോ, അവൾ പറഞ്ഞത് തന്നെയാണോ സത്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയത്തില്ല, എന്താണെങ്കിലും അവൾ അങ്ങനെയല്ലേ പറഞ്ഞത്. പിന്നെ വേറൊരു പ്രശ്നവും കൂടി ഉണ്ട്, അവളുടെ ബ്ലഡിൻ്റെ സാമ്പിൾ ഒന്നുകൂടെ പരിശോധിച്ചു, ഞങ്ങൾ വിശദമായി പരിശോധിച്ചപ്പോൾ അതിൽ ചെറുതായിട്ടൊരു പ്രോബ്ലം കണ്ടു എന്ന് പറയട്ടോ. അപ്പോൾ എന്താ ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ അതിൽ ചെറുതായിട്ട് ഒന്നുകിൽ മയക്കുമരുന്നിൻ്റെ ഒരു കടന്നുവരവുണ്ട്, അവളുടെ ബ്ലഡിൽ മയക്കുമരുന്ന് കലർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഉറക്ക ഗുളികയുടെ അമിത ഉപയോഗം, അത് ഉറക്ക ഗുളികയുടെ കുറച്ച് കണ്ടന്റ് അതുമാതിരി അങ്ങനെ എന്തോ ഒന്ന് അവളുടെ ശരീരത്തിലേക്ക് കയറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ ബ്ലഡിൽ അതിൻ്റെ ഒരു സാമ്പിൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറയട്ടോ. അത് കേട്ടപ്പോൾ മനു ആകെ ഷോക്ക് ആവണം. അപ്പം മനു ചോദിക്കുന്നുണ്ട്, ഡോക്ടർ അവൾ സ്വയം ചെയ്തതാണ് എന്ന് പറയുമ്പോൾ, കസേരയിൽ നിന്ന് വീണു എന്ന് പറയുമ്പോൾ അവളുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടാവണ്ടേ, എവിടെയെങ്കിലും തട്ടി വീണതാണെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും ചതവോ ഒരു പോറലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രാച്ചോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണ്ടേ, അതൊന്നും അവളുടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും അവളുടെ ശരീരത്തിൽ ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനർത്ഥം അവൾ അത് കള്ളം പറഞ്ഞതാവാൻ സാധ്യതയില്ല എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, അവൾ അങ്ങനെയല്ലേ പറഞ്ഞത്, വീണതാണെങ്കിൽ അങ്ങനെ കസേരയിൽ നിന്നൊക്കെ വീണതാണെങ്കിൽ കൈ കുത്തിയോ കാല് കുത്തിയൊക്കെ ചിലപ്പോൾ വീണതായിരിക്കാം, കൈയാണെങ്കിൽ വയറ്റിലേക്ക് കൊണ്ടിട്ടുണ്ടാവും, പിന്നെ വേറെ എവിടെയും തലയൊന്നും ഇടിക്കാഞ്ഞത് ഭാഗ്യം, അങ്ങനെ തന്നെയാണ് ഡോക്ടർ ശർമ്മയും പറയുന്നത്. പക്ഷെ മനുവിന് ഈ കാര്യം കൂടി കേട്ടപ്പോൾ ബ്ലഡിൽ ചെറുതായിട്ടൊരു മരുന്നിൻ്റെ ഒരു അംശം കണ്ടെത്തി, ഒന്നുകിൽ ഉറക്ക ഗുളിക അല്ലെങ്കിൽ മരുന്ന് അതിൻ്റെ ഒരു അംശം കണ്ടെത്തി എന്ന് കേട്ടപ്പോൾ മനുവിന് സംശയം കൂടുകയാണ്. അപ്പോൾ അലീന തന്നെ ചെയ്തതല്ല, എന്തോ സംതിങ് റോങ് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുകയാണ് മനു കേട്ടോ. അങ്ങനെ ഡോക്ടർ ശർമ്മയും അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണയും ബബിതയൊക്കെ വീട്ടിലെത്തിയിട്ട് അപ്പോൾ അവളിങ്ങനെ കേസൊന്നുമില്ല, ഇങ്ങനത്തെ സംഭവമാണ് അവളെ കയ്യിൽ നിന്ന് തന്നെ സംഭവിച്ചതാന്ന് പറഞ്ഞപ്പോൾ അവിടെ പിന്നെ ക്ലീൻ ആക്കിയൊക്കെ ചെയ്തിട്ടോ. അങ്ങനെ പോലീസ് വരെയും
തെളിവെടുപ്പ് നടത്തുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, കേസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതിനുശേഷം ഇതെന്താ സംഭവിച്ചത് എന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ എന്തായിരിക്കും സംഭവിച്ചത് എന്നുള്ള ഒരു അന്വേഷണത്തിലാണ് കൃഷ്ണ. വൈജയ്ക്കൊന്നും അതിനൊട്ടും താല്പര്യമില്ല കേട്ടോ. വൈജയാണെങ്കിൽ അങ്ങനെ അതിന് മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. കൃഷ്ണ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴൊന്നും വൈജ അതിന് നല്ല രീതിയിലെല്ലാം മറുപടി കൊടുക്കുന്നത് അതൊന്നും കൃഷ്ണയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. കൃഷ്ണയാണെങ്കിൽ മുകളിൽ പോയിട്ട് രോഹിതിൻ്റെ റൂം സെർച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണ എന്തോ ഒരു സംശയം തോന്നിയിട്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ ആ ബ്ലഡിൻ്റെ സ്റ്റെയിനൊക്കെ ഒരു പക്ഷേ ആ സ്റ്റെയർ കേസിലൊക്കെ ബ്ലഡ് അവർ തുടച്ച് കളഞ്ഞെങ്കിലും എന്തെങ്കിലും ഒരു ക്ലൂ അവൾക്ക് കിട്ടിയിട്ടുണ്ടാകും. അങ്ങനെയാണ് അവൾ പോകുന്നത്. അല്ലെങ്കിൽ അവളുടെ എന്തെങ്കിലും സാധനം അന്വേഷിച്ച് പോകാനും മതി കേട്ടോ. അങ്ങനെ എന്തോ ഒരു ആവശ്യത്തിനാണ് കൃഷ്ണ രോഹിതിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നത്. ആ സമയത്ത് അവൾ അവിടെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് താഴെ നിന്ന് ആ ക്യാപ്സ്യൂളിൻ്റെ അതിൻ്റെ ഒരു കൂടുണ്ടല്ലോ നമ്മുടെ ടാബ്ലറ്റിൻ്റെ, അത് കിട്ടുക കേട്ടോ. അതെടുത്തിട്ട് അവളിങ്ങനെ സംശയത്തോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്തായിരിക്കാം ഇത് എന്നുള്ള രീതിയിൽ കേട്ടോ. അങ്ങനെ ആ സമയത്താണ് ബബിത അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് ബബിതയെ വിളിക്കുന്നു, ചേച്ചി ഇങ്ങോട്ടേക്ക് ഒന്ന് വന്നേ എന്ന് പറയുമ്പോൾ നീ എന്താ ഇവിടെ രോഹിതിൻ്റെ റൂമിൽ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ്റെ റൂമിൽ ഞാനൊരു സാധനം അന്വേഷിച്ച് വന്നത്, എന്തേ നോക്കിയേ ചേച്ചി, ഇത് എന്താ സംഭവം എന്ന് ചോദിക്കട്ടോ. ഇതൊരു ടാബ്ലറ്റ് ആണല്ലോ, ഇതൊരു ഗുളികയാണ് എന്ന് പറയുന്നത്. ഈ ഗുളിക എങ്ങനെ, ഈ ടാബ്ലറ്റ് എങ്ങനെ ഇവിടെ വന്നു, ചേട്ടൻ അങ്ങനെ ടാബ്ലറ്റ് ഒന്നും കഴിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് അങ്ങനെ, പക്ഷെ ഇതിൻ്റെ അകത്ത് മരുന്നും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വേറെ മരുന്നൊന്നും ഇല്ലല്ലോ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്തോ കുഴപ്പമുള്ളതുപോലെ തോന്നുന്നു ചേച്ചി, ചേട്ടൻ എന്തോ എനിക്ക് സംതിങ് റോങ് ഉണ്ട്, ചേട്ടൻ എന്തോ ഇവിടെ പരിപാടി ഒപ്പിക്കുന്നത് പോലെ ഉണ്ട്, ചേട്ടന് ആകെ ഒരു സംതിങ് റോങ് ആയിട്ട് പെരുമാറുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് രോഹിത്തിനെ കുറിച്ച് കൃഷ്ണ പറയുമ്പോൾ നീ വെറുതെ ഇങ്ങനെ അവൻ്റെ പുറകെ നടക്കണ്ട, അവന് എന്തെങ്കിലും ചെയ്യട്ടെ എന്നൊക്കെ പറയണം ബബിതക്ക് അതിനൊന്നും താല്പര്യമില്ല കേട്ടോ. ആരുടെ കാര്യങ്ങളും നോക്കാനൊന്നും താല്പര്യമില്ല. അവൾക്ക് അവളുടെ ഫോണും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ താഴെ വന്നിട്ട് കൃഷ്ണയാണെങ്കിൽ സംശയം അമ്മയോടും പറയുന്നുണ്ട്. അമ്മ ഇത് നോക്കിയേ, ചേട്ടൻ്റെ റൂമിൽ നിന്ന് കിട്ടിയതാണ് ഈ ടാബ്ലറ്റ്, ഇതെങ്ങനെ ചേട്ടൻ്റെ റൂമിൽ വന്നു? പിന്നെ അവിടെയാണെങ്കിൽ ജസ്റ്റ് എനിക്ക് തോന്നുന്നു അവിടെ മൊത്തം ഒരു ബ്ലഡിൻ്റെ ഒരു സ്മെല്ലും ഒക്കെ ഉണ്ട് എന്നൊരു സംശയം പറയട്ടെ കൃഷ്ണ. നീ എന്താ ഈ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല ചേച്ചി എവിടെ നിന്ന് കർട്ടൻ്റെ നൂല് കട്ട് ചെയ്യുമ്പോഴാണ് വീണു എന്ന് പറയുന്നത്, ഇവിടെ എവിടെയാണ് ഈ സ്റ്റെയർ കേസിൻ്റെ താഴെ എവിടെയാണ് കസേരയും കർട്ടനൊക്കെ എന്ന് ചോദിക്കാൻ കൃഷ്ണ. അപ്പോഴാണ് അവരൊക്കെ അത് അങ്ങനെ ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ എവിടെ അവള് കർട്ടൻ്റെ നൂല് കട്ട് ചെയ്യുമ്പോഴാണ് വീണത് എന്നൊന്നും പറയുന്നില്ലല്ലോ. അങ്ങനെയാണ് സംഭവിച്ചതെന്ന് മാത്രമല്ലേ പറയുന്നുള്ളൂ. എനിക്ക് നല്ല സംശയമുണ്ട്, ചേച്ചി കള്ളം പറഞ്ഞതാണോ എന്ന്, ചേച്ചി ആരൊക്കെയോ രക്ഷിക്കാനായിട്ട് പറഞ്ഞതാണോ എന്നൊക്കെ ചോദിക്കുമ്പം കൃഷ്ണ നമ്മുടെ വൈജ പറയുന്നുണ്ട്, അവളുടെ കള്ളക്കാമുകന്മാരാരെങ്കിലും വന്നിട്ടുണ്ടായിരിക്കും, അവരെ രക്ഷിക്കാനായിരിക്കും അവൾ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ള രീതിയിൽ സംസാരിക്കട്ടോ. ഈ അമ്മയുടെ ഒരു കാര്യം, ചേച്ചിക്ക് അങ്ങനെയൊന്നുമില്ല, ചേച്ചി അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല എന്ന് പറയുമ്പോൾ, നിൻ്റെ ഒരു ചേച്ചി നിനക്കറിയാവോ അവളുടെ സ്വഭാവം ഇല്ലല്ലോ എന്നൊക്കെ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് രോഹിത് വരുന്നത് കേട്ടോ. രോഹിത് ആണെങ്കിൽ ആകെ പേടിച്ച് വിറച്ചാണ് വീട്ടിലേക്ക് കയറി വരുന്നത് തന്നെ കേട്ടോ. അങ്ങനെ രോഹിത് വരുമ്പോൾ ആകെ പേടിച്ച് പുറകോട്ടൊക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ട്, ആരെങ്കിലും വരുന്നുണ്ട്. അപ്പോൾ രോഹിത് വരുന്ന സമയത്ത് ശർമ്മ സാറിൻ്റെ ഡോഗ് അവിടെ നിന്ന് ഇങ്ങനെ കുരയ്ക്കുന്നുണ്ട്. അങ്ങനെ രോഹിത് ഡോറിൻ്റെ അടുത്ത് വന്ന് കോളിംഗ് ബെല്ല് അടിച്ചിട്ട് ഇങ്ങനെ ഡോറ് തുറക്കാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. വൈജയന്തി ഡോറ് തുറക്കുമ്പോൾ കാണുന്നത് രോഹിത് ആകെ പേടിച്ച് വിറച്ച് പുറകിലോട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കി നിൽക്കുന്ന കേട്ടോ. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ ആകെ ഭയന്ന് വിറച്ച് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, ഞാൻ വരുമ്പോഴേ അവിടെ ഒരു എന്തോ ഡോഗിനെ കണ്ടു, അതാണ് എന്ന് പറയുമ്പോൾ, ഏത് ഡോഗ്, എവിടുത്തെ ഡോഗ് എന്നൊക്കെ ചോദിക്കുക കേട്ടോ. ഒന്നുമില്ല അമ്മ മാറി, ഞാൻ വീട്ടിലേക്ക് കയറട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രോഹിത് അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പോഴാണ് വൈജ രോഹിത്തിൻ്റെ മുഖത്തുള്ള അടയാളം ശ്രദ്ധിക്കുന്നത്. ഇതെന്ത് പറ്റി രോഹി, നിൻ്റെ മുഖത്ത് എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് ഇങ്ങനെ കമ്പി കൊണ്ടതാണ് അമ്മ എന്ന് പറയണേ. കമ്പി കൊണ്ടുവന്ന് എങ്ങനെ കൊണ്ടു, നീ എന്താ കാര്യം തെളിച്ച് പറയാമെന്നൊക്കെ പറയുമ്പോൾ, അമ്മയുടെ ഒരു കാര്യം, അത് ഞങ്ങളവിടെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സ്കിപ്പായി അവിടെ ഒരു കമ്പിയിൽ പോറിയതാണ് എന്ന് പറയണം. അപ്പം അത് വിശ്വാസം വരാത്ത മട്ടിൽ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. കൃഷ്ണയ്ക്കും അത് അത്ര വിശ്വാസം വരുന്നില്ല, വൈജയ്ക്കും അത്ര വിശ്വാസമായിട്ടില്ല കേട്ടോ. അവൻ പറഞ്ഞ കാര്യം, അവന് ഒരു പതർച്ചയും ആകെ പാനിക്കായിട്ടാണ് രോഹിത് നിൽക്കുന്നത്. അങ്ങനെ രോഹിത് പെട്ടെന്ന് തന്നെ മുകളിലേക്ക് കയറി പോകുക കേട്ടോ. അപ്പോൾ രോഹിത് ആണെങ്കിൽ ഇവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ച് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെയാണ് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ നടന്ന കാര്യങ്ങൾ വല്ലതും അറിഞ്ഞോ എന്ന് ചോദിക്കുകയാണ് രോഹിത്തിനോട് വൈജ കേട്ടോ. എന്ത് നടന്നു എന്ന്, ഇവിടെ എന്താ നടന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, നീ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല, ഞാനൊന്നും അറിഞ്ഞില്ല, എന്താ സംഭവം എന്ന് ചോദിക്കുകയാണ്. ഇവിടെ ഒരു ഭയങ്കര സംഭവം നടന്നു, അവളെ വീട്ടിൽ കയറി ആരോ കുത്തി, അവൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കാണ്, പിന്നെ പോലീസിന് അവൾ മൊഴി കൊടുത്തത് അവളുടെ കയ്യിൽ നിന്ന് തന്നെ പറ്റിയതാണ് എന്നാന്നൊക്കെ പറയുമ്പോൾ അവനാകെ പതർച്ചയോട് കൂടി എന്നുള്ള രീതിയിൽ ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ്. അവനാകെ പ്രത്യേകിച്ചൊന്നും പറയുകയൊന്നും ചെയ്യുന്നൊന്നുമില്ല.
പക്ഷേ ഇത് കണ്ടിട്ട് കൃഷ്ണയ്ക്ക് ഭയങ്കര സംശയമുണ്ട്. അപ്പോൾ കൃഷ്ണയ്ക്ക് ഇങ്ങനെ നേരത്തെ ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു, ഇവന് പലപ്പോഴും ക്ലാസ് കട്ട് ചെയ്ത് വരുന്നതാണല്ലോ, അപ്പോൾ അതുപോലെ എന്തോ ഉടായിപ്പൊപ്പിക്കാൻ ക്ലാസ് കട്ട് ചെയ്ത് വന്നിട്ടുണ്ടാകും എന്നാണ് കൃഷ്ണ ചിന്തിക്കുന്നത് കേട്ടോ. ആ ഗുളികേൻ്റെ ആ ടാബ്ലറ്റിൻ്റെ കവറൊക്കെ കണ്ടപ്പം അങ്ങനെ രോഹിത് മുകളിലേക്ക് കയറി പോകുമ്പോൾ ചോദിക്കുന്നുണ്ട്, രോഹിയേട്ടൻ ഇന്ന് ക്ലാസ് കട്ട് ചെയ്ത് വീട്ടിൽ വന്നിരുന്നോ എന്ന് ചോദിക്കണ്ട. അത് കേട്ടതും രോഹിത് ആകെ ഷോക്കായി പോവാണ്. രോഹിത് പറയുന്നുണ്ട്, ക്ലാസ് കട്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നോ, ഞാനൊന്നും വന്നില്ല എന്ന് പറയുമ്പോൾ, അല്ല രോഹിയേട്ടൻ ഇന്ന് ക്ലാസ് കട്ട് ചെയ്തിട്ട് വന്നതുപോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ, ഞാനൊന്നും വന്നില്ല, നീ എന്താ അങ്ങനെ ചോദിച്ചെന്ന് ചോദിക്കുകയാണ് വൈജേട്ടൻ. അല്ല എനിക്കൊരു സംശയം തോന്നി, അതാ ഞാൻ അങ്ങനെ ചോദിച്ചത് എന്ന് പറയണം. അപ്പം ഈ ഒരു ടാബ്ലറ്റിൻ്റെ കവറ് രോഹിയേട്ടൻ്റെ റൂമിൽ നിന്ന് കിട്ടിയതാണ്, ഇത് എന്തിൻ്റെയാണെന്ന് ചോദിക്കുന്നുണ്ടോ കൃഷ്ണ. ആ സമയത്ത് അത് കണ്ടപ്പോൾ രോഹിത് ആകെ ഷോക്കായി പോവാണ്, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, എൻ്റെ റൂമിൽ നിന്ന് കിട്ടിയെന്നോ, എൻ്റെ റൂമിൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല, നീ വെറുതെ കള്ളം പറയില്ലേ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. അപ്പോൾ നീ എന്തിനാ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചോദിക്കുന്നത്, ഒരു ടാബ്ലറ്റിൻ്റെ ഒരു കവർ കിട്ടിയതിനാണോ അവനോട് നീ ഇങ്ങനെ ചോദിക്കുന്നതെന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇതിനകത്ത് മരുന്നില്ല അമ്മേ, ഇതിങ്ങനെ വെറുതെ കവർ മാത്രമേ ഉള്ളൂ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ കൃഷ്ണ. അങ്ങനെ രോഹിത് ആണെങ്കിൽ റൂമിൽ വന്ന് കയറിയിട്ട് റൂം ആകെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഈ റൂമിൽ കുറച്ച് മുന്നേ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് രോഹിത്തിന് ഭയം തോന്നുകയാണ്. അത്രയുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി, എത്ര നേരം രണ്ട് വർഷത്തെ ആയുസ് പോയതുപോലെ ഒരു ഫീലിംഗ് ആണ്. അത്രയും നേരം ടെൻഷൻ അടിച്ചു, അത്രയും ടെൻഷൻ അടിച്ച് മരിച്ചു എന്ന് തന്നെ പറയാം. അത്രയും ടെൻഷൻ അടിച്ചു ഇനി ചെയ്ത പ്രവൃത്തി ഓർത്തിട്ട്. അപ്പോൾ ആ റൂമിൽ കയറിയിട്ട് രോഹിത്തിന് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ റിവൈൻഡ് ചെയ്യാട്ടോ. അങ്ങനെ രോഹിത് ആകെ പൊട്ടിക്കരഞ്ഞിട്ട് രോഹിത്തിനാകെ വിഷമം വരുന്നുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ എന്നൊക്കെ ഓർത്തിട്ട് രോഹിത് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ രോഹിത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്താണ് ബാലചന്ദ്രൻ വീട്ടിലേക്ക് എത്തുന്നത്, ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ വരുന്ന സമയത്ത് തന്നെ വൈജയന്തി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവിടെ എന്തായി, അവൾക്ക് എങ്ങനെയുണ്ട്, അവൾ മരിച്ചു പോകത്തൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, അവൾ മരിച്ചു പോകണമെന്നാണോ നീ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കണം. ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിച്ചില്ല, അല്ല നിന്റെ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ് തോന്നുന്നതെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അല്ല പിന്നെ അവൾ ജീവിച്ചിരിക്കുന്നത് എനിക്ക് വേണ്ടിയാണോ, അല്ലല്ലോ അവൾ അവൾക്ക് വേണ്ടിയല്ലേ ജീവിച്ചിരിക്കുന്നത് എന്ന് ഇങ്ങനെ തിരിച്ചു ചോദിക്കേണ്ട വൈജ. അവൾ ആർക്ക് വേണ്ടിയാണ് ജീവിച്ചിരിക്കുന്നത് എന്നുള്ളത് അവൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്താണെങ്കിലും അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നമ്മുടെ വീട്ടിൽ നിന്നാണ്, അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തണം. അവൾ പറഞ്ഞത് സത്യമല്ല എന്നാണ് മനു പറയുന്നത്, അവൾ ആരോ ഉപദ്രവിച്ചത് തന്നെയാണെന്നാണ് മനു പറയുന്നത്, അവൾ ആരെയോ രക്ഷിക്കാനാണ് അങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ് മനുവിൻ്റെ ഒരു നിഗമനം എന്നൊക്കെ പറയുമ്പോൾ, മനു ആരാ, CID ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ, അവൾ പറഞ്ഞത് തന്നെയായിരിക്കും ശരി, അല്ലെങ്കിൽ അവൾ അവളുടെ കാമുകന്മാരെ ആരെങ്കിലും വിളിച്ച് കേട്ടിട്ടുണ്ടാവും, അവരായിരിക്കും ഈ പ്രവൃത്തി ചെയ്തിട്ടുണ്ടാവുക എന്ന് പറയണം വൈജയന്തി കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ ബാലചന്ദ്രന് ദേഷ്യം വരുന്നുണ്ട്. അല്ല വൈജി, ഇത്രയും നേരമായിട്ട് നിനക്ക് ആ കൊച്ചിൻ്റെ വിവരങ്ങൾ മര്യാദക്കൊന്ന് ചോദിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ആ ഹോസ്പിറ്റലിലോട്ടൊന്ന് വന്ന് അന്വേഷിക്കാൻ നിനക്ക് തോന്നിയോ? ഇല്ലല്ലോ. നിനക്ക് ഏത് നേരവും വെച്ചുണ്ടാക്കി തിന്നാനൊക്കെ ഉണ്ടാക്കി തന്നിരുന്നവളല്ലേ, അതുപോലെ ഈ വീട് നീ ഇല്ലാത്ത സമയത്തും ഇതുപോലെ സൂക്ഷിച്ചുകൊണ്ട് നടന്നവളല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വരികയാണ്. ഇനിയിപ്പോൾ ഞാൻ എന്താ വേണ്ടത്, അവൾക്ക് അവിടെ പോയി കൂട്ടിയിരിക്കണോ എന്ന് ചോദിക്കുകയാണ് വൈജയന്തി. അയ്യോ വേണ്ടായേ, നീ കൂട്ടിയിരിക്കേണ്ട, ഒന്നും ഇരിക്കേണ്ട, നീ നിന്റെ ജോലി നോക്കി നോക്ക്, ഞാൻ ഇരുന്നോളാം അവൾക്ക് കൂട്ട്, എനിക്ക് എൻ്റെ മോളെപ്പോലെ തന്നെയാണ് അവൾ എന്ന് പറയുമ്പോൾ, മോളെപ്പോലെ എന്നൊക്കെ പറയും, എനിക്കെല്ലാം മനസ്സിലായി വരുന്നുണ്ട്, എനിക്കിപ്പോൾ സംശയം ബാലചന്ദ്രനെയാണ് എന്നൊക്കെ പറയാട്ടോ. നീ എന്താ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, ഞാൻ സമയം വരട്ടെ അപ്പോൾ പറയാമെന്ന് പറയണ വൈജ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, രോഹിത് വന്നോ എന്ന് ചോദിക്കുകയാണേ. രോഹിത് വന്നല്ലോ, രോഹിത് എപ്പോഴാണ് വന്നേ? രോഹിത് കുറച്ച് നേരത്തെ വന്നുള്ളൂ എന്ന് പറയണം. അപ്പോൾ അത്രയും നേരം അവൻ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അതിന് ഫുട്ബോൾ മാച്ച് ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് എന്ന് പറയാട്ടോ. ഞാൻ രോഹിത്തിനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ മുകളിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. അങ്ങനെ രോഹിത്തിൻ്റെ വാതിലിൽ മുട്ടണ്. രോഹിത് ആണെങ്കിൽ ആകെ വിഷമിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയല്ലേ, ഈ കഴിഞ്ഞ സംഭവങ്ങളൊക്കെ ഓർത്തിട്ട്. വാതിൽ മുട്ട് കേട്ടപ്പോൾ തന്നെ രോഹിത്തിന് നെഞ്ചിടിപ്പ് കൂടുകയാണ്. രോഹിത് ആകെ പേടിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ആകെ പേടിച്ചാണ് രോഹിത് വാതിൽ തുറക്കുന്നത്. ആ വാതിൽ തുറക്കുമ്പോൾ തന്നെ കാണുന്നത് ബാലചന്ദ്രനെ കേട്ടോ. അപ്പോൾ ബാലചന്ദ്രനെ കണ്ടതും രോഹിത് ആകെ ഷോക്കാവും കേട്ടോ. അപ്പോൾ ബാലചന്ദ്രന് എന്തോ സംതിങ് റോങ് സംശയമുണ്ട്, പക്ഷേ രോഹിത് ഇങ്ങനെ ചെയ്തു എന്നല്ല കേട്ടോ ബാലചന്ദ്രന് സംശയം. അപ്പോൾ ബാലചന്ദ്രൻ്റെ സംശയം വേറെയാണ്. കാരണം രോഹിത് ക്ലാസ് കട്ട് ചെയ്ത് ടൗണിലൂടെ പോയത് നമ്മുടെ ബാലചന്ദ്രനെ ആരോ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷെ അങ്ങനെയായിരിക്കാം സാധ്യത, അല്ലാതെ ക്ലാസ് കട്ട് ചെയ്ത് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, അല്ലാതെ രോഹിത് ഇങ്ങനെ ചെയ്യുമെന്ന് ബാലചന്ദ്രൻ അപ്പോഴും വിശ്വസിക്കുന്നില്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കുന്നില്ല. അങ്ങനെ ബാലചന്ദ്രൻ വാതിൽ തുറക്കുന്ന രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ മുഖത്ത് എന്ത് പറ്റി രോഹിത് എന്ന് ചോദിക്കുകയാണ്.
അപ്പോൾ അത് അങ്ങനെ ഫുട്ബോൾ മാച്ചിൻ്റെ സമയത്ത് ഇങ്ങനെ അറിയാതെ സംഭവിച്ചു പോയതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. കമ്പി പോറിയതാന്നൊക്കെ പറയുമ്പോൾ രോഹിത്തിൻ്റെ ഫേസൊക്കെ കൈ കൊണ്ട് തൊട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. രോഹിത് ആണെങ്കിൽ പേടിച്ച് കുറച്ച് നിൽക്കണം. നിനക്കെന്താ ഒരു നീ എന്താ ഇങ്ങനെ ഒന്നും ഇങ്ങനെ ഇരിക്കുന്നത്, നിനക്ക് ആകെ എന്തോ ഒരു പ്രോബ്ലം ഉള്ളതുപോലെ, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല അച്ഛാ, എന്താന്ന് ചോദിക്കണം. അല്ല, നീ ഇന്ന് കോളേജിൽ പോയായിരുന്നോ എന്ന് ചോദിക്കുന്നത്. ഞാൻ കോളേജിൽ പോയായിരുന്നു വെച്ചാൽ, നീ ഇന്ന് കോളേജിൽ നിന്ന് ക്ലാസ് കട്ട് ചെയ്ത് പുറത്തോട്ട് പോയായിരുന്നു. ഇല്ല അച്ഛാ, ഞാൻ ക്ലാസ് കട്ട് ചെയ്തില്ല, ഞാൻ കോളേജിൽ തന്നെ ഉണ്ടായിരുന്നു. നീ എന്നോട് കള്ളം പറയണ്ട, നീ ഇന്ന് കോളേജ് കട്ട് ചെയ്തിട്ട് ക്ലാസ് കട്ട് ചെയ്തിട്ട് വീട്ടിൽ വന്നായിരുന്നോ എന്ന് ചോദിക്കണ്ടേ. ഇല്ല അച്ഛാ, ഞാൻ വന്നില്ല അച്ഛാ, ഞാൻ വീട്ടിൽ വന്നില്ല എന്ന് പറയുമ്പോൾ രോഹിത്തെ, എന്നോട് നീ കള്ളം പറയണ്ട, ഞാൻ എല്ലാ സത്യങ്ങളും കണ്ടെത്തിയിട്ടാണ് നിന്നോട് സംസാരിക്കുന്നത്. നീ ഇന്ന് ക്ലാസ് കട്ട് ചെയ്ത് വീട്ടിൽ വന്നതല്ലേ, നീ എന്തിനാണ് ക്ലാസ് കട്ട് ചെയ്ത് വീട്ടിൽ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ, ഞാൻ വന്നില്ല അച്ഛാ എന്ന് പറയട്ടോ. നീ ഇന്ന് ക്ലാസ് കട്ട് ചെയ്ത് വല്ല സിനിമയ്ക്കോ വല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാനായിട്ട് പോകാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ, ഞാൻ ക്ലാസ് കട്ട് ചെയ്തില്ല എന്ന് തന്നെയാട്ടോ പറയുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ അത് വിശ്വസിക്കുന്നൊന്നുമില്ല. അപ്പോൾ ബാലചന്ദ്രൻ അവിടെ നന്നായിട്ട് വഴക്കൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ക്ലാസ് കട്ട് ചെയ്ത് നടന്നു കഴിഞ്ഞാൽ നീ എങ്ങനെയാണ് പഠിച്ച് ഒരു നല്ല ജോലിയിൽ എത്തുക എന്നൊക്കെ ഉള്ള രീതിയിൽ പറയാട്ടോ. പിന്നെ ചോദിക്കുന്നുണ്ട്, ഇവിടെ നടന്ന കാര്യങ്ങൾ വല്ലതും നീ അറിഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങൾ ഇതാ അമ്മ വന്നപ്പോൾ അമ്മ പറഞ്ഞു എന്ന് പറയണം. അതിൻ്റെ മുൻപ് നീ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ, ഞാനൊന്നും അറിഞ്ഞില്ല. നിന്നെ ഹരി എങ്ങാനും വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല അച്ഛാ, എന്നെ ഹരി വിളിച്ചില്ല, ഞാൻ ഹരിയെ വിളിക്കാറുമില്ല, എന്നെ ഹരി വിളിക്കാറുമില്ല എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ അത്ര വിശ്വാസം പോരാട്ടോ. എനിക്കത് അത്ര വിശ്വാസം പോരാ. നിങ്ങൾ തമ്മിൽ ഇപ്പോഴും കൂട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ, അന്നത്തെ ഒരു ഇഷ്യൂവിന് ശേഷം വല്ലാണ്ട് കൂട്ടൊന്നുമില്ല എന്ന് പറയാണ് രോഹിത്തും. അങ്ങനെ രോഹിത്തിനോട് നീ ക്ലാസ് കട്ട് ചെയ്ത് വീട്ടിൽ വന്ന കാര്യം എനിക്കറിയാം, നീ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് രോഹിത്താകെ പമ്മി പോകുന്നുണ്ട് കേട്ടോ. കാരണം വീട്ടിൽ വന്നു എന്നുള്ള കാര്യം ബാലൻ മനസ്സിലാക്കിയേക്കാണ്. ഒരു പക്ഷേ ഏതെങ്കിലും CCTVയിൽ നിന്നോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞറിഞ്ഞതോ ആവാനാണ് സാധ്യത. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ക്ലാസ് കട്ട് ചെയ്ത് വീട്ടിൽ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ, ഞാൻ വന്നില്ല അച്ഛാ എന്ന് പറയുമ്പോൾ നീ എന്നോട് മറക്കണ്ട, നീ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ ആരാണ് ഉണ്ടായിരുന്നത്, ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അപ്പം രോഹിത് ഇങ്ങനെ സത്യം പറയാട്ടോ. സത്യം മീൻസ് ഞാൻ വന്നിരുന്നു വെച്ചാൽ, പക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ പോയി, ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് കറങ്ങാൻ പോയതായിരുന്നു. ഞാൻ വന്നിട്ട് പെട്ടെന്ന് തന്നെ പോവുകയാണ് ചെയ്തത്. ആ സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല വെച്ചാൽ, അലീന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അലീനയും പിന്നെ മുത്തശ്ശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവളുടെ സ്വഭാവത്തിൽ എന്തോ ഒരു പന്തികേട് ഉള്ളതുപോലെ എനിക്ക് തോന്നി എന്നൊക്കെ പറയാണ് ബാലചന്ദ്രനോട് രോഹിത് കേട്ടോ. അപ്പോൾ രോഹിത്തിനെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. അങ്ങനെ പഠിക്കാതെ കറങ്ങി നടക്കുന്നതിനും ഒക്കെ ആയിട്ടാണ് വഴക്ക് പറയുന്നത്. ശരിക്കും ബാലചന്ദ്രൻ അറിയുന്നില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. ആ സമയത്തൊന്നും ബാലചന്ദ്രൻ അറിയുന്നില്ല എന്നാണ് തോന്നുന്നത്. ഇനി അതല്ല, അലീന ബാലചന്ദ്രനോട് പറയാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഹരിയെ രോഹിത്തിനെ ചോദ്യം ചെയ്യുന്നതായിരിക്കാം ബാലചന്ദ്രൻ. അങ്ങനെ എന്താണെങ്കിലും അവനെ നന്നായി വഴക്ക് പറയും. അങ്ങനെ ബാലചന്ദ്രൻ പോയതിനു ശേഷം ആ റൂമിലിരുന്ന് പൊട്ടിക്കരയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ രോഹിത്. പിന്നീട് കാണിക്കുന്നത് മനുവിനെയാണ്. മനു അലീനയുടെ അടുത്തേക്ക് ചെല്ലുന്ന കേട്ടോ. അങ്ങനെ അലീനയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടമൊക്കെ വരികയാണ് മനു വരുന്നത് കണ്ടിട്ട്. മനു ആണെങ്കിൽ വന്നിട്ട് ഒന്നും സംസാരിക്കുകയൊന്നും ചെയ്യുന്നില്ല. അലീനയുടെ കൈ എടുത്തുകൊണ്ട് തൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് അതിലിങ്ങനെ തലോടിയും കൊണ്ടിരിക്കുകയാണ്. അതൊരു ആശ്വാസം പോലെ തോന്നുക കേട്ടോ അലീനയ്ക്ക്. അങ്ങനെ അലീനയോട് പറയുന്നുണ്ട്, താൻ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. തൻ്റെ കൈ കൊണ്ട് അറിയാതെ അബദ്ധത്തിൽ സംഭവിച്ച കാര്യമൊന്നുമല്ല. താൻ ആരെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. എനിക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്, എനിക്ക് ഏകദേശം ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. തന്നെ ആരാണ് ഉപദ്രവിച്ചതെന്നും എന്തിനാണ് താൻ അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്നും എനിക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മനുവേട്ട അങ്ങനെയൊന്നുമില്ല, എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ കൊണ്ടത് തന്നെയാണെന്ന് പറയണം. താൻ ഇനി കൂടുതൽ കള്ളം പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കേണ്ട. കാരണം തൻ്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് താൻ പറയുന്നത് കള്ളമാണെന്ന്. പിന്നെ എന്നോട് നിനക്ക് കള്ളം പറയാനും പറ്റത്തില്ല. നീ പറയുന്നതിൽ സത്യമാണോ കള്ളമാണോ എന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും എന്ന് മനു പറയുമ്പോൾ അലീനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. തൽക്കാലം നീ റെസ്റ്റ് എടുക്ക്, പിന്നീട് എന്നോട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണെങ്കിലും അത് ഞാൻ കണ്ടെത്തും, താൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ അത് കണ്ടെത്തും എന്ന് തന്നെ മനു പറയണം. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്ന ഒരു ഭാഗം കൂടെ ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നീട് രേവതിക്കുട്ടിയുടെ ഭാഗം കൂടി കാണിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. രേവതിക്കുട്ടി മനു രേവതിക്കുട്ടിയെ വിളിച്ച് കാര്യം പറയുന്ന ഒരു ഭാഗം കൂടി കാണിക്കാൻ സാധ്യതയുണ്ട്. എന്താണെങ്കിലും ഒരു കിടിലൻ എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ എല്ലാവരും എപ്പിസോഡ് കാണാനായിട്ട് ശ്രമിക്കട്ടെ. നമ്മൾ സ്റ്റോറിയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. പ്രൊമോ കണ്ടിട്ട് നമ്മൾ സ്റ്റോറി പറയുന്നതാണ്. അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ജസ്റ്റ് ഒരു പ്രൊമോ കണ്ടിട്ട് കുറച്ച് ഇമാജിനേഷൻ കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ സ്റ്റോറി പറയുന്നത്. പിന്നെ കുറച്ചൊക്കെ നോവലിലെ ഭാഗങ്ങളും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ വായിച്ച നോവലാണ്. അതുകൊണ്ട് ചിലപ്പോൾ അതിലെ ഓരോ പോയിന്റും അതാത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ
എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ വരാം സീരിയലായിട്ട് വരുമ്പോൾ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.